അഹമ്മദാബാദിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ ആഗ്രഹിച്ചിരുന്നില്ല. അതിനായി മറ്റൊരു അത്ഭുത സംഖ്യയിലേക്ക് കിവീസിനെ അടിച്ചെത്തണമെന്നത് ഉറച്ച തീരുമാനം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസങ്ങൾക്ക് മണ്ണടിയാൻ പോലും അവിടം സമയമുണ്ടായിരുന്നില്ല. സഞ്ജുവിനെ വീഴ്ത്തുമെന്ന് കരുതിയ ഹെൻറിയെ വേലിക്കെട്ടുകൾക്കപ്പുറം കടത്തിയായിരുന്നു തുടക്കം. കൂടെ അഭിഷേകിൻ്റെ തിരിച്ചുവരവും കൂടിയായപ്പോൾ സാൻഡറിൻ്റെ പ്ലാനുകൾ അഹമ്മദാബാദിൽ തകർന്നടിയുന്നുണ്ട്. പവർ പ്ലേ അവസാനിപ്പിക്കുന്നത് 92-ൽ, ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ഉയർന്ന സ്കോർ. 18 ബോളിൽ അർദ്ധ സെഞ്ചുറി നേടി അഭിഷേക് മടങ്ങുമ്പോഴും മറ്റൊരു തലയ്ക്കൽ നിലയ്ക്കാത്ത പവർ ഹിറ്റായി ആ മലയാളി നിലയുറപ്പിച്ച് നിൽക്കുന്നുണ്ട്. ശേഷം ഇഷാൻ്റെ പ്രഹരങ്ങൾ ആ കൂട്ടുകെട്ട് 100 റണ്ണിനെ തൊടുന്നുണ്ട്. അഹമ്മദാബാദിലെ അന്തരീക്ഷം റണ്ണൊഴുക്കിൻ്റെ ചൂടിൽ ഇളകി മറിയുന്നുണ്ട്. ചില കഥകൾ കേട്ടാൽ പഠിക്കണം, ഇല്ലെങ്കിൽ കൊണ്ടെറിയും. അതുപോലെയായിരുന്നു സാൻഡർ ചിന്തിച്ച് കാണുക. 140 കോടി ജനങ്ങളെ തീർത്ത് കിരീടം മോഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അയാളെ കൂടി വീഴ്ത്തേണ്ടതുണ്ട്. അതെ, 15-ാം ഓവറിൽ അയാളത് അവസാനിപ്പിക്കുമ്പോൾ സ്കോർ ബോർഡ് 200 താണ്ടിക്കുന്നു. 8 സിക്സും 5 ഫോറും അടക്കം 46-ൽ 89, സൂപ്പർ 8-ൽ 97, സെമിഫൈനലിൽ 89. വിമർശിച്ചവരെയും അവിശ്വസിച്ചവരെയും ഉറക്കം കളഞ്ഞ രാത്രികളായിരുന്നു അത്. വിശ്വസിച്ചവർക്ക് വേണ്ടി അയാളുടെ ബാറ്റുകൾ സംസാരിച്ച നാളുകൾ, എതിരാളികളെ കുഴിച്ച് മൂടപ്പെട്ട രാത്രികൾ. അഹമ്മദാബാദിലും അങ്ങനെയൊരു സഞ്ജു മാജിക്ക് ആസ്വദിച്ച് ഈ ലോകം കാണുകയായിരുന്നു. ശേഷം ഇഷാനും ലോ ഫുൾ ടോസിന് പിടികൊടുക്കുന്നുണ്ട്. ശേഷം വന്ന സൂര്യ ഡക്കാകുന്നു. ഹാർദിക്കിൻ്റെ ഹിറ്ററുകൾ ലക്ഷ്യം കണ്ടില്ല. തിലകും പ്രതീക്ഷകൾ തെറ്റിക്കുന്നുണ്ട്. പക്ഷേ നിഷാമിനോട് തിരിച്ചു വന്ന കിവീസിൻ്റെ പ്രതീക്ഷകളെ അപ്പാടെ തല്ലി തകർത്തുകൊണ്ട് ശിവൻ ദുബെ താണ്ഡവമാടുകയായിരുന്നു. 8 ബോളിൽ 3 ഫോറും 2 സിക്സറും അടക്കം 26 റൺസ്. അതോടുകൂടി ഇന്ത്യ വീണ്ടും 250 പ്ലസിലേക്ക്. സഞ്ജു അയാളൊരു വിശ്വാസമാണ്. അവിശ്വസിച്ചവർക്ക് മുകളിൽ പരിഹാസനങ്ങളെ ശിഥിലമാക്കി വീണ്ടെടുപ്പ് നടത്തിയ വിസ്മയം. അയാളുടെ ബാറ്റുകൾ മുൻവിധികളെ കീഴ്പ്പെടുത്തുകയായിരുന്നേയില്ല, അടിച്ച് തകർത്ത് കളയുകയായിരുന്നു. അത് അയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. തന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയവർക്കുള്ള ഏക മറുപടി. അയാളില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ഇന്ന് ഈ ഫൈനൽ വേദി താണ്ടില്ലായിരുന്നു. ഇന്ന് ഈ നിമിഷങ്ങൾക്ക് ആരാധകരും സാക്ഷിയാകില്ലായിരുന്നു. അയാൾക്ക് വേണ്ടി കാലം സമ്മാനിച്ച അവസരമായിരുന്നു. അതിലയാൾ ആസ്വദിച്ച് നിറഞ്ഞാടുന്നുണ്ട്. തൻ്റെ ടീമിൻ്റെ ജീവനാടിയായി മാറുന്നുണ്ട്. അയാളുടെ വിക്കറ്റ് അത്ര വിലപ്പെട്ടതായിരുന്നുവെന്ന് ആ ഗാലറിയിൽ ഓരോ മൊമെൻറ്റും പറയാതെ പറയുന്നുണ്ട്. യെസ്, കംബാക്ക് വാസ് ലൗഡർ ആൻഡ് സ്ട്രോങ്ങർ ദാൻ സെറ്റ് ബാക്ക്. തിരിച്ചുവരവുകൾ തിരിച്ചടിയേക്കാൾ ഉച്ചത്തിലും ശക്തവുമായിരുന്നു.